മുഖ്യമന്ത്രി ആര്, ഗവർണർ ആര്? കൊച്ചൊന്നും മേടിക്കരുത്. മോഡി വെരി ബാഡ്. നെക്സ്റ്റ് കോൺഗ്രസ്, BJP അങ്ങനെ വർഗീയ പാർട്ടി അങ്ങനെയൊന്നുമില്ല. നല്ല പാർട്ടി തന്നെ, നല്ല ഭരണമാണ് മോദി കഴിച്ചു നോക്കുന്നത്. മോദി ഏറ്റവും ബെസ്റ്റ്. പിണറായി ഒന്നുമില്ല. പിണറായി പേരും കള്ളാനും. പിണറായി വിജയൻ മഹാമോശം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോദി ആയിരിക്കാം തിരുവച്ചോ. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ഇന്ത്യയിൽ ഭരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ സാഹചര്യം? എന്താണ് കുഴപ്പമില്ല പറഞ്ഞത്? ഇപ്പൊ പോണേക്കാട്ടിലും മോശമായിരിക്കും എന്നാണ് പറയണത്. അതെന്താണ് അങ്ങനെ അഭിപ്രായം? യൂത്ത്സിന് ഇഷ്ടപ്പെടുന്നില്ല ഇത് ഭരണം? എന്താണ് പറഞ്ഞോളൂ ആന്റി. ഇപ്പൊ കണ്ടോ ബോച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ? അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കാതിരിക്കും എപ്പോഴും നല്ലത്. മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങളാണെങ്കിൽ അതുകൊണ്ട്. അപ്പൊ ഇനിയിപ്പോ ആര് ഭരിച്ചാലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണോ? തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ തന്നെ. ഇപ്പൊ പിണറായി സർക്കാരിനെയും മോദി സർക്കാരിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും നല്ലത്? തീർച്ചയായും പിണറായി സർക്കാരിനെയും മോദി സർക്കാരിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും നല്ലത്? അങ്ങനെ ചോദിച്ചാൽ എടുത്തു പറയത്തൊക്കെ മേന്മയൊന്നും രണ്ടു കൂട്ടർക്കും ഇല്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ എന്ത് കാര്യത്തിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങി ചെന്നാലും ആ ഒരു ഫീൽഡിൽ നമുക്ക് പറ്റുന്ന ഒരു നിലപാട് അവിടുന്ന് കിട്ടുന്നില്ല. ഒരു സർക്കാർ ഓഫീസിലാണെങ്കിലും ഒരു ബാങ്കിന്റെ മേഖലയിൽ ചെന്നാലും നമുക്ക് ഒരു പ്രയോജനമില്ല. എല്ലാം നമ്മളെ. ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് ആര് ഭരിച്ചാലും പ്രയോജനം ഉണ്ടാവില്ല എന്നാണോ? തീർച്ചയായിട്ടും ഞാൻ ഇതിൽ എല്ലാത്തിനും എതിർപ്പാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചിയുടെ പേരെന്താ? ഓക്കെ, താങ്ക് യു സോ മച്ച്. മോദി സർക്കാർ മൂന്നാമത് ഇന്ത്യയിലേക്ക് ഭരിക്കാൻ വരികയാണെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം എന്തായിരിക്കും? വലിയൊരു മുട്ട. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അവരുടെ കയ്യിലിരിക്കും, ബാക്കിയെല്ലാം പോയി. അയ്യോ എന്റെ പടവിടരുത്, ബ്ലറാക്കി കളയാൻ ഞങ്ങൾ പോരെ. മോദി സർക്കാർ എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം? ഇപ്പോൾ ഉള്ളതെല്ലാം അവരുടെ കയ്യിലിരിക്കുക. ഇനിയിപ്പോ ഉള്ളതുകൂടെ ഊറ്റി അവരെ കൊണ്ടുപോകും. അപ്പൊ ഇഷ്ടമായില്ല ഭരണം? ഇഷ്ടമായില്ല എന്നുള്ളതല്ല, വികസനങ്ങളൊക്കെ ഉണ്ടോ തോന്നുന്നുണ്ടോ? കാണുന്നുണ്ട് ഇവിടെ എല്ലാം നമ്മുടെ കണ്ടെങ്കിൽ. അപ്പൊ പിണറായി സർക്കാരും മോദി സർക്കാരും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അയാളിപ്പോ ഉള്ളതെല്ലാം ചുരുട്ടി അങ്ങ് വെളി രാജ്യത്ത് പോയി. അപ്പൊ പിണറായിയുടെ വിദേശയാത്ര എതിർക്കുന്നു എന്നാണോ പറയുന്നത്? എന്താണ് ചേച്ചി പറയൂ. സപ്പോർട്ടാണ് വിദേശയാത്ര. അല്ലാത്തവർക്ക് പോകാനൊക്കത്തില്ല. ഓക്കെ, അപ്പൊ ഈ ചുമതലകളൊന്നും ആരെ ഏൽപ്പിക്കാണ്ടാണ് പോയിരിക്കുന്നത്? ചുമതല ഉണ്ടെങ്കിലല്ലേ ഏൽപ്പിക്കുന്നത്. അല്ലേ, ചുമതല ഉണ്ടെങ്കിലേ ഏൽപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ചുമതല വേറെ ആരും ഏൽപ്പിക്കാതെ പോകാൻ പറ്റുമോ? അല്ല, ഏൽപ്പിക്കാണ്ടല്ലോ ഗവർണർ. അല്ല, ഇതൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ചുമതല പറഞ്ഞിട്ടുണ്ട്. ആരോട്? അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കാര് തന്നെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട്. ഏത് പാർട്ടി? ആ പാർട്ടി തന്നെ. EP ജയരാജൻ തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി ആര്, ഗവർണർ ആര്? കൊച്ചൊന്നും മേടിക്കരുത്. അപ്പൊ ഇഷ്ടമല്ല ഭരണം, അങ്ങനെയാണോ പറയാനുള്ള? ഏത് ഇഷ്ടമല്ല? ആരോടും പറയാതാന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറക്കുന്നേ. പിന്നെ ഗവർണർ ഹൂ ഗവേൺ കേരള? മുഖ്യമന്ത്രിക്ക് ഒരു ചുമതല ഇല്ല എന്നാണോ? ഉത്തരവാദിത്തം ഇല്ലേ? ഇല്ലാഞ്ഞിട്ടാണ് മുഖ്യൻ. അങ്ങനെയാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ പേരിന്റെ കൂടെ മുഖ്യം വന്നെങ്ങനെയാ? അപ്പൊ മുഖ്യമന്ത്രിയുടെ ചുമതലകളൊന്നും ഇല്ല എന്നാണ്? ഐ മീൻ മുഖ്യമന്ത്രിക്ക് ചുമതല ഇല്ല എന്നാണോ? Who governs? What is ministers doings? What doing? What doing? That's what I'm asking you. You take a mic and you saw something about the Rashtriya politics. What do you mean? What do you mean? I am just asking your opinion. I'm not doing anything else. I just want your opinion. Opinions also the public.
Yes. They're not a single opinion. That's what not single opinion. That's what I'm asking you. What but is your what you opinion asking me? about that thing? Whatever I'm asking, what is your opinion about that thing? You take a mic and what is your opinion? When you had this mic and for support to government, I am a public. I'm not supporting anyone. Why- We are not allowed to support anyone. You talk with the public. That's what our job is. That's Where what job? that. Which job? That's what Who would we are being paid for that thing. who paid with it? What? Who paid with what? പിന്നെ ചീഫ് മിനിസ്റ്റർ വിട്ടതാണോ? ചീഫ് മിനിസ്റ്റർ അല്ല വിട്ടത്. പിന്നെ governor ആ? ഞങ്ങളുടെ ജോലിയാണ് ഇത്. പബ്ലിക്കിന്റെ ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത്. What is the job? പ്രസ്. Which press? ക്രൈം ഓൺലൈൻ. ക്രൈം ഓൺലൈൻ. എന്നെ കുരിശ് വരയ്ക്കരുത് കേട്ടോ. കുരിശിരിക്കല്ല. ഞങ്ങൾ പ്രസ് എന്നാണ് ഞങ്ങളുടെ ജോബ്. ഇതാണ് ഞങ്ങൾ ഇങ്ങനെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയാണ്. നിങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത് എന്തുകൊണ്ട് പിന്നെ ചീഫ് മിനിസ്റ്റർ കൊള്ളാമോ, പിന്നെ ഗവർണർ കൊള്ളാമോ, പിന്നെ ഞങ്ങൾക്ക് ഓരോ കോണ്ടന്റ് ആണ് ചേച്ചി. ചേച്ചി അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഓരോ കോണ്ടന്റ് ആണ്. ഞങ്ങൾ ഓരോ കോണ്ടന്റ് തിരഞ്ഞെടുക്കും. പല കോണ്ടന്റ്സും ഉണ്ടാവും. ഇത് മാത്രമല്ല, പല കോണ്ടന്റ്സും ഞങ്ങളുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതും ഒരു കോണ്ടന്റ് ആണ്. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വ്യൂവേഴ്സ് വേണ്ട, ഞങ്ങൾക്ക് ശമ്പളം വേണ്ടേ. നിങ്ങളാരാ വരണോ എന്നാണ് ചോദിച്ചത്. വരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുത്തി ചെയ്യുമ്പോ വോട്ട് ചെയ്യുമ്പോ അറിയാം ആര് വരുമെന്ന് വരില്ല. അതത്ര പറഞ്ഞാ മതി. വേറെന്താ പറയാനുള്ളത്? പിന്നെ നീ മൈക്ക് പിടിച്ചടക്കുന്നത്. What if Modi Sarkar comes for the third time in India? What would be the situation? Only Modi Sarkar said 2 time running, Third 2 time time winning. Next 3 time Modi coming and கேக்குறேன். அதான் நீங்க கேக்குறது. ஓகேவா? அது ഇന്ത്യയുടെ സാഹചര്യം എങ്ങനെയായിരിക്കും? அதாவது மோடி 3 டைம் இருந்தா ஏற்கனவே பட்ஜெட் ப்ராப்ளம். ஓகேவா? அதனால மறுபடியும் நியூ நெக்ஸ்ட் சேஞ்ச் எலெக்ஷன். சேஞ்ச். ஓகே. சேஞ்ச் இஸ் தி பெஸ்ட். ஓகேவா? அவங்க என்ன கேட்டாங்க அது கூட உங்களுக்கு தெரியலையா? Thank you sir. என்ன தெரியலங்கற ஐடியாவா? கமிங் சேலம். What if Modi Sarkar comes for the third time in India? മോഡി பத்தி தான் கேக்குறாரு. ஃபர்ஸ்ட் ஆச்சு அந்த மூணு ഭരണത്തെ പറ്റിയിട്ട്. எனக்கு எதுவும் தெரியாது. I know. கேளுங்க பொலிட்டிக்கல். പൊളിറ്റിക്കൽ. മോദി സർക്കാർ മൂന്നാമത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം എങ്ങനെയായിരിക്കും? മോഡി വെരി ബാഡ്. നെക്സ്റ്റ് കോൺഗ്രസ് മൂവിംഗ്. You want Congress to come? കോൺഗ്രസ്. Okay. Thank you so much. മോദി സർക്കാർ മൂന്നാമത് ഇന്ത്യയിൽ ഭരിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം എന്തായിരിക്കും? കാരണം വർഗീയതയാണ് മുഴുവൻ. മുസ്ലിങ്ങളെ വേണ്ട. മാത്രം നോക്കിയാൽ മതിയോ നമ്മള്? തൽക്കാലം അതാണ് ഏറ്റവും അത്യാവശ്യം നോക്കേണ്ടതാണ്. എല്ലാ ജനങ്ങളും ജീവിക്കേണ്ട ഇവിടെ. പക്ഷെ വികസനങ്ങളൊക്കെ ഉണ്ടോ തോന്നുന്നു? വികസനങ്ങൾ എന്ത് വികസനം? ഒരു വികസനവും ഉണ്ട്. അതൊക്കെ ആവശ്യത്തിന് നടക്കുമ്പോൾ സർക്കാരാകുമ്പോൾ ചെയ്യേണ്ടതല്ലേ, ചെയ്യും. അപ്പൊ അവരവരുടെ ചുമതലകൾ തന്നെയാണ് ചെയ്യുന്നത്. ആണാണ്. അപ്പോൾ ഇപ്പോൾ പിണറായി സർക്കാരും മോദി സർക്കാരിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും കുറച്ചും കൂടി നല്ലത്? പിണറായി സർക്കാർ തന്നെയാണ്. ആണോ? ഉറപ്പാണ്? അതെന്താണ് അങ്ങനെ ഒരു അഭിപ്രായം? ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ കൂടെയാണ് ഉള്ളിൽ നിൽക്കുന്നത്. സാധാരണ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. മോദി സർക്കാർ മൂന്നാമത് ഇന്ത്യയിലേക്ക് ഭരിക്കാൻ വരികയാണെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം എന്തായിരിക്കും? എന്നാലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ. ഇഷ്ടമായോ ഭരണം? ഇഷ്ടമായോ? ഇറ്റ്സ് ഗുഡ്. ഒരു നെഗറ്റീവും പറയാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ പിണറായി സർക്കാരിനെയും മോദി സർക്കാരിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും കൂടുതലും മെച്ചം ആരായിരിക്കും? എന്നാലും പൊളിറ്റിക്സ് ഒപ്പീനിയൻ ഇല്ല. ഒട്ടും ഒപ്പീനിയൻ ഇല്ല. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വീട്ടമ്മ എന്ന നിലയിൽ എന്താണ് ഒപ്പീനിയൻ? വീട്ടമ്മ എന്ന നിലയിൽ നമ്മൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു. കാരണം നന്നായിട്ട് നടന്നാൽ വഴക്കും വല്ലതൊന്നും ഇല്ലാതെ നന്നായിട്ട് ആര് ഭരിച്ചാലും നല്ലത്. നമുക്ക് അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഭരണം സഹിച്ചു പോവുകയാണോ പൊതുജനം ചെയ്യുന്നത്? പോവുകയാണോ എന്ന് ചോദിച്ചാൽ സഹനങ്ങളും സഹിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളായിട്ട് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ നാട് വഴി അത് ശരിയാകുന്നില്ല. നമ്മൾ ആരോട് പറയാൻ? നന്നായെങ്കിൽ നന്നായെന്ന് പറയാം, ഇല്ല മോദി സർക്കാരാണോ ഭേദം? അതാ ഇവരിൽ ആരാ ചെയ്യുന്നത് നമുക്കറിയത്തില്ലല്ലോ. ആര് വന്നാലും നല്ലത്, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് ഒരു എതിർപ്പും ആരോടും ഇല്ല. അവരോട് സഹകരിച്ച് ജീവിക്കുക.
മൂന്നാമത് മോദി സർക്കാർ വന്നാൽ വേറെ ആരാണ് ഭരിക്കാനുള്ളത്? വേറെ ആരും കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? വല്ലതും ചെയ്യുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിലില്ല. 60 കൊല്ലം കോൺഗ്രസ് ആണ് ഭരിച്ചത്. അപ്പൊ ആ ഒരു ഭരണവും ഈ കോൺഗ്രസ് ഭരണവും വെച്ച് ഇപ്പോഴും നോക്കിയാൽ തമ്മിത്തല്ലാണ് അവർ. നമ്മുടെ കേരളത്തിലെ സ്ഥിതി തന്നെ അറിയാമല്ലോ, തമ്മിത്തല്ലാണ് അവർ. ഇപ്പോൾ ദേശീയ തലത്തിലും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇപ്പൊ പിണറായി സർക്കാരും മോദി സർക്കാരിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും കുറച്ചും കൂടിയും ഭേദം? പിണറായി ഭയങ്കര പറയാനില്ല, നമുക്ക് നമ്മുടെ വിധിയാണല്ലോ എല്ലാവരുടെ, ഒന്നും പറയാനില്ല. അതും കോൺഗ്രസ് ആണ് കാരണം അവർ വരാൻ. മൂന്നാമത് ഇനി ഇവിടെ പ്രതിപക്ഷമില്ല. കേരളത്തിലെ കാര്യം ദേശീയ തലത്തിൽ പറയുമ്പോൾ ഒന്നുമില്ല, കോൺഗ്രസ് ഒന്നുമില്ല. ഈ BJP വളർന്നല്ല, വളർത്തിയതാണ് കോൺഗ്രസ് ആണ് വളർത്തിയത്. അപ്പോൾ കേരളത്തിൽ BJPക്ക് വളരാൻ സാധ്യത ഉണ്ടോ? പക്ഷേ കേരളത്തിൻ്റെ BJPനെ കുറിച്ചുള്ള അഭിപ്രായം ഭയങ്കര മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP അങ്ങനെ വർഗീയ പാർട്ടിയാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല പാർട്ടി തന്നെയാണ്. താമര വിരിയാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ബുദ്ധിമുട്ടിൻ്റെ കാര്യം കേരളത്തിൻ്റെ മനസ്സതാണ്. ഒന്നല്ലെങ്കിൽ ഇടതുപക്ഷം, കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റും. ഇതാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് എവിടെയാണ്? കേരളത്തിന് പുറത്ത് ഇവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് BJPക്കെതിരെ. അതെന്തുകൊണ്ടാണത്? കേരളത്തിലെ ആൾക്കാർ മണ്ടന്മാരല്ല, വോട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും മണ്ടന്മാരല്ല. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് BJPക്കെതിരെ കളി. പക്ഷേ നല്ല ഭരണമാണ് മോദി കാഴ്ചവെക്കുന്നത്. നല്ല ഇതാണ് സംഭവം. മോദി സർക്കാർ തേർഡ് ടൈം വരികയാണെങ്കിൽ ഇനി എന്തായിരിക്കും ഇന്ത്യയുടെ ആ ഒരു സാഹചര്യം? അതെന്താണ് അങ്ങനെ പറയാൻ കാരണം അവർ വർഗീയത മാത്രമുള്ള ഒരു ഭരണം നടത്തും. അല്ലാതെ അതിനകത്തിനൊരു വേറെ അതിനകത്ത് അജണ്ടകളൊന്നുമില്ല. വികസനങ്ങളുണ്ട്, പക്ഷേ അതിനകത്ത് വർഗീയതയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അത് എന്നാലും അവർ വോട്ട് കിട്ടുന്നതുകൊണ്ടാണ് അവർ വർഗീയത കളിക്കുന്നത്. കാരണം അപ്പോൾ ഇനിയും തേർഡ് ടൈം വരാനുള്ള സാധ്യത ഉണ്ടോ? വരാൻ ചാൻസ് എനിക്ക് തോന്നുന്നൊരു 60% കൂടുതലില്ല. കാരണം അവർ പ്രദേശം ഇവിടെ ഉള്ളൂ ന്യൂനപക്ഷം എന്ന് പറയും. കേരളം മറ്റേ സദേൺ സൈഡ്, മറ്റുള്ള സൈഡിൽ നിന്നൊക്കെ കുറവാണ്. അപ്പോൾ ഹിന്ദു വോട്ടുകൾ മിക്കവാറും ഏകീകരിച്ച് പോകാനുള്ള സാധ്യത കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ പിണറായി സർക്കാരും മോദി സർക്കാരിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും കുറച്ചും കൂടി ഭേദം? അത് മോദി സർക്കാർ. അതെന്താ പിണറായി സർക്കാർ ഇഷ്ടമല്ലേ? ഇഷ്ടത്തിന് കുഴപ്പമൊന്നുമില്ല. പിണറായി സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ വേറെ ഭരണമാണ് അവിടെ നടത്തുന്നത്. രണ്ടും ഏകദേശം അവർക്ക് ഒരുപോലൊക്കെ ഉള്ളൂ. മോദി സർക്കാർ മൂന്നാമത് വരികയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ സാഹചര്യം? ഇന്ത്യ നല്ല രീതിയിലാകും, ഇനി ഏറ്റവും നല്ല ലെവലിലേക്ക് എത്തും. പിണറായി സർക്കാരും മോദി സർക്കാരിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും കൂടുതൽ നല്ലത്? മോദി ഏറ്റവും ബെസ്റ്റ്. പിണറായി ഒന്നുമില്ല, നമ്പർ 1 സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നില്ലേ? എന്നാലും പിണറായി സർക്കാരിനെ പറ്റി എന്താ? അത് നല്ല അഭിപ്രായമാണ്. നമുക്ക് രണ്ടുപേരും നല്ല ഭരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഇപ്പോഴത്തെ വിദേശയാത്രയെ കുറിച്ചൊക്കെ എന്താണ് എന്തോ പറയാനായിട്ട്? അവർ കാശുള്ളവർ പോകുന്നു, നമ്മളെ കൂടെ പാവപ്പെട്ട. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പൊ മോദി സർക്കാർ 3ാം വട്ടം വരികയാണെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം എങ്ങനെയാണ്? വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അതെന്നാ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ കൂടുതൽ ആളുകൾ കേരളത്തിൽ ജീവിക്കുന്നതാണ് ഇവിടെയുള്ളത്. വടക്കേന്ത്യയിലേക്ക് പോയി ജീവിക്കേണ്ട സാഹചര്യം വരുന്നതുകൊണ്ട് പഠിപ്പിനും മറ്റുമായിട്ടാണ് വടക്കേന്ത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ വടക്കേന്ത്യയിൽ നമ്മൾ അവിടെ ശരിക്കും മോദി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദു സർക്കാർ തന്നെയാണ്. ഹിന്ദുക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ക്രിസ്ത്യാനിക്ക് ജീവിക്കണ്ടേ? മുസ്ലിങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അത് നമ്മളൊന്ന് കണക്ക് കൂട്ടണം. ഏകോദര സോദരരാണ് നമ്മളെല്ലാം എങ്കിൽ മോദി സർക്കാർ ഭരിക്കാൻ യാതൊരു അർഹതയുള്ളവരല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മോദി സർക്കാരും പിണറായി സർക്കാരും രണ്ടുപേരുടെയും ഭരണത്തിൽ ആരുടെ ഭരണമാണ് ഇത് തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. മോദി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ്. പിണറായി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. ആ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ട് തന്നെയാണ് അവിടെ പ്രവർത്തിക്കാനുള്ള മൂല്യം ഉണ്ടാകുന്നത് തന്നെ. പക്ഷെ അത് വളരെ കുറവാണ്. അതുകൊണ്ട് രണ്ടാം ഭരണം കിട്ടിയപ്പോൾ ഈ പിണറായി സർക്കാരിന് കിട്ടിയപ്പം ആദ്യ ഭരണം കിട്ടിയപ്പോഴത്തേക്കും ഉണ്ടായ ഇതിനേക്കാൾ ബുദ്ധിമുട്ട് രണ്ടാം ഭരണത്തിൽ ഉണ്ടാകേണ്ടി വന്നു. കാരണം പ്രളയം ഉള്ള മാരണങ്ങൾ മുഴുവൻ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായി. അപ്പോൾ അത് മുഴുവൻ തരണം ചെയ്ത് വേറൊരു സർക്കാരാണെങ്കിൽ വടക്കേന്ത്യയിലാണെങ്കിൽ ഒരു 70% ആളുകളും മരിച്ചു, ഒരു സംശയവുമില്ല. അത് നമുക്കൊന്ന് എടുക്കാവുന്നതാണല്ലോ. അവരുടെ മരണം ഒരു പ്രശ്നമല്ലാത്ത സ്ഥലമാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഓരോ വ്യക്തിക്കും, ഞാനിപ്പോൾ ഏതാണെന്ന് മനസ്സിലായല്ലോ, ഓരോ വ്യക്തിയുടെയും ജീവന് വില കൽപ്പിച്ചുകൊണ്ട് എന്ന് കരുതി കമ്മ്യൂണിസമാണ് വളരേണ്ട ഒരു സാധനം. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിസം വളരും. പിണറായി ധാർഷ്ട്യമുള്ള നല്ലൊരു ഭരണാധികാരി തന്നെയാണ്, അതിനൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും പിണറായി ഭരണത്തിനോട് പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരാളാണ്. വ്യക്തിയല്ല,
പാർട്ടി കമ്മ്യൂണിസം ഇവിടെ വളരേണ്ടതാണ്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 16 രാജ്യങ്ങളിലുള്ളതാണ്. BJP എത്ര രാജ്യത്തുണ്ട്? ഒറ്റ രാജ്യത്ത്, ഇന്ത്യയിൽ മാത്രം 16 രാജ്യങ്ങളിലുണ്ട് കമ്മ്യൂണിസം. അത് കമ്മ്യൂണിസം നമ്മുടെ ഇവിടെ വളരുന്ന ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നത് എല്ലാവർക്കും നല്ല സ്വയം പര്യാപ്തതയായി, വിദ്യാഭ്യാസമായി, അവസ്ഥയായി, പണ്ടത്തെ പോലെ സാഹചര്യങ്ങളില്ല. അത് വരും ഇനി കേരളത്തിൽ വേറെ ആർക്കെങ്കിലും ഭരണം കൊടുത്താൽ. കോൺഗ്രസ്സുകാരെ കൂടെ അത്ര ശല്യമില്ല, കാരണം കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്നതുകൊണ്ട്. മോദി സർക്കാർ മൂന്നാമത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം എന്തായിരിക്കും? ഇന്ത്യയുടെ സാഹചര്യം ഒരു സൈഡ് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും, ഒരു സൈഡ് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. മോശമായിട്ടുള്ളത് എന്താ? മോശം എന്ന് പറഞ്ഞാൽ സഭകളും മറ്റുള്ള കാര്യങ്ങളും അനുസരിച്ച് അതിന് ഇച്ചിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. നല്ല കാര്യങ്ങൾ എന്താണ്? നല്ല കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കാര്യങ്ങൾ, DA അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. അത്രയൊക്കെ. ഇപ്പോൾ പിണറായി സർക്കാരും മോദി സർക്കാരിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും കൂടുതലും മെച്ചം? അത് പറഞ്ഞാൽ സംസ്ഥാനവും കേന്ദ്രവും പറയണ്ടേ. സംസ്ഥാന തലത്തിൽ പിണറായി സർക്കാർ മുൻപിലാണ്, കേന്ദ്ര ഗവൺമെന്റ് തോന്നുന്നുണ്ട് അങ്ങനെ. രണ്ടുപേരെയും ഒഴിവാക്കുന്നില്ല, ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം പറ്റത്തില്ല, ഒഴിവാക്കാൻ പറ്റത്തില്ല. സർക്കാർ മൂന്നാമത് ഇന്ത്യയിലേക്ക് ഭരണത്തിന് വരികയാണെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം എങ്ങനെയായിരിക്കും? ഇന്ത്യയുടെ സാഹചര്യം വളരെ മോശമാകും. ഇപ്പോഴേ തന്നെ മോശമാണ്. ഇനിയിപ്പോൾ വീണ്ടും പുള്ളീനെ കയറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. മൂന്നാമതൊരു ഭരണം കൊടുക്കാൻ ഒരിക്കലും താല്പര്യമില്ല. പിണറായി സർക്കാരും മോദി സർക്കാരും ഏതാണ്ട് ഇവരുടെ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും ഭേദം? ഭേദം അതിപ്പോൾ എങ്ങനെയാ പറയണേ? പിണറായി പേരും കള്ളൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അയാൾ വെറുതെ സൂചിച്ചുകൊണ്ടിരിക്കുക, ഈ പാവങ്ങളെ പറ്റിച്ച് തട്ടിച്ച്. മറ്റവന് അത്രയും പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോദി സർക്കാർ മൂന്നാമത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം എങ്ങനെയായിരിക്കും? അതെങ്ങനെയൊക്കെ നടക്കട്ടെ. അതെന്താ അങ്ങനെ? നമ്മളല്ലേ ജീവിക്കുന്നത്. നമ്മളെല്ലാം എന്നാ ഇത് പൊരുത്തപ്പെടാൻ അങ്ങനെ പൊരുത്തപ്പെട്ടു പോവുകയാണോ വേണ്ടത്? അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെയല്ല ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണ് അങ്ങനെ? അങ്ങനെ ആയിപ്പോയി. ഓക്കെ, പോട്ടെ. മോദി സർക്കാരും പിണറായി സർക്കാരും ഇവരിൽ ആരുടെ ഭരണമാണ് കൂടുതലും ഇഷ്ടമായത്? ആരാണോ നന്നിട്ട് ഭരിക്കുന്ന അവര്. പിണറായി മഹാമോശം. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഇപ്പോഴത്തെ ഭരണം ഒരു ഇതാണ്. നമുക്ക് യാതൊരു ഇവരെ രണ്ടുപേരും കമ്പയർ ചെയ്യാൻ പറ്റുമോ? കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോദി ആയിരിക്കാം ഇത്തിരി വെച്ചം. അപ്പൊ ഇനിയിപ്പോ ആരായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്? കേരളത്തിൽ വരുന്നത് ഇനി എനിക്ക് തോന്നുന്നത് ഇനി LDF വരുമെന്ന് തോന്നുന്നില്ല.